ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. സൺഡേ ആണ്, ഇന്ന് ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നല്ല ഗംഭീരമായിട്ട് കിടന്നുറങ്ങാമെന്ന്. മഴയത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമല്ലേ. അങ്ങനെ ഈ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരുപാട് ലേറ്റായി. എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജോബിൻ ചേട്ടൻ നേരെ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ ഞാനും മമ്മിയും കല്യാണത്തിൽ ജോബിൻ ചേട്ടൻ കൊണ്ടാക്കിയിട്ട് കല്യാണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ. ആൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കല്യാണ പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ജോബിൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിക്കുവിന് നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ സിനിമയുടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിക്കുവിന് ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാലിന് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ മൂന്നാലും കൂടിയിട്ടാണ് കേട്ടോ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാംദാസ് തിയേറ്ററിൽ നരിവേട്ടയ്ക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ടോവിനോൻ്റെ ആ സോങ് നല്ല ഹിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മൂവി ആയിരിക്കും എന്നൊരുപാട് എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ആ മൂവി കാണാൻ പോയത്. മെയിനായിട്ട് പറയാമല്ലോ, ഞങ്ങൾ തിയേറ്ററിലെത്തിയത് ഏകദേശം ഒരു 5:45-46 ടൈമിലാണ് കേട്ടോ. ഏകദേശം 15 മിനിറ്റ് ഉണ്ട് മൂവിക്ക്. അപ്പോൾ നോക്കിയപ്പോൾ പാർക്കിംഗ് ഫുള്ള് കാണിക്കുന്നത്. ഒരു സെക്യൂരിറ്റിയോ ആരും ഫ്രണ്ടിലില്ല. നമ്മൾ തന്നെ പെരും മഴയെത്തും ചെന്ന് നമ്മൾ ചോദിച്ചു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇല്ല, പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മാനേജർ റൂം കാണണം, ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, വഴിയിലൊക്കെ വണ്ടി കൊണ്ടിട്ട് നടക്കുന്ന കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ വേണമെങ്കിൽ മൂവി കണ്ടാൽ മതി. ഇതുപോലൊരു ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ തൃശ്ശൂർ സിനിമയിലൊന്നും പോയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എല്ലാ തിയേറ്ററിലും ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും മൂവിക്ക് പോണവരാണ്. ലാസ്റ്റ് നിമിഷത്തിൽ പോയാലും ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. ഇവർക്ക് ഒരു റെസ്പോൺസിബിൾ, ഇവർ മൈൻഡേജ് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞങ്ങളുടെ ശരിക്കും ദേഷ്യം വന്നു. എന്നാലും ജോംചേട്ടൻ അതുപോലെ തന്നെ പിക്കും പറഞ്ഞു ഇനിയിപ്പോൾ സിനിമ കാണാം, എന്തായാലും ബുക്ക് ചെയ്തല്ലേ, ടിക്കറ്റ് എടുത്തല്ലേ എന്നുകൊണ്ട് ഞങ്ങളങ്ങനെ മൂവിക്ക് കയറി. ടോവിനോൻ്റെ മൂവി കണ്ടു. കുഴപ്പമില്ല, ഒരു ഓക്കെ മൂവി, അത്രയേ ഉള്ളൂ. എനിക്ക് വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, സോങ് മാത്രമേ അതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇൻ്റർവെല്ലിന് വാങ്ങിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആൺകുട്ടിന് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നാൾ മൂവിക്ക് പോയിട്ട് ഒറ്റ മൂവി ആളിരുന്ന് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കുറച്ച് നേരമെങ്കിലും ഇരുന്ന് കാണുന്നത്. പിന്നെ മെയിനായിട്ട് സ്നാക്സൊക്കെ വലിച്ച് താഴിടലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഡെയിലി വിശേഷങ്ങൾ. പിന്നെ അതുപോലെ നിങ്ങൾ എന്തായാലും സിനിമയ്ക്ക് പോകുമ്പോൾ പാർക്കിംഗ് ഉള്ള തിയേറ്റർ തപ്പിപ്പോണം. ആ നേരത്തുള്ളൊരു ഓട്ടം ഉണ്ടല്ലോ, എവിടെ പാർക്ക് ചെയ്യണം, സ്ഥലമില്ല. അതുപോലെ തന്നെ സിനിമ തുടങ്ങി, ശരിക്കും ടാസ്ക് ആയിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ രാംദാസ് തിയേറ്റർ. മുമ്പ് ഞാൻ വരുമ്പോൾ അവർ പറയണ ന്യായം എന്ന് പറയണത് എല്ലാവരും കാറിലാണ് വന്നത്, മഴയായതുകൊണ്ടാണ്. കാറിനാണെങ്കിലും ബൈക്കിലാണെങ്കിലും പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിലല്ലേ തിയേറ്ററിൽ സിനിമ ഇടേണ്ട ആവശ്യമുള്ളൂ. അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. അവർ പറഞ്ഞതും കാര്യങ്ങളൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയില്ല അത് ഇടേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോയെന്ന്. അവർ പറഞ്ഞതൊക്കെ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗംഭീര മഴയായിരുന്നു കേട്ടോ പോണ വഴിക്കുണ്ടായിരുന്നത്. എനിവേ അതൊക്കെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു അടിപൊളി കിട്ടലും വ്ളോഗായിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ.